ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇത് ഞാനും ചെക്കനും കൂടി പാല വരെ വന്നേക്ക് കേട്ടോ. എന്തിനാന്നില്ലേ, ഡെർമറ്റോളജിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ തലയിൽ മുടി പോയി ഇനി ഒന്നുമില്ല, പിന്നെ ബ്ലഡിനകത്തും ഒന്നുമില്ല. അപ്പം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് എൻ്റെ ലേസറിൻ്റെ കാര്യം ഞാൻ ഓർത്ത് കേട്ടോ. ലാസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പം കയ്യോടെ ഞാനതങ്ങോട്ട് ചെയ്തു. എൻ്റെ താടി മീശയൊക്കെ ഞാൻ അങ്ങോട്ട് കളഞ്ഞു എന്ന്. മിക്ക ഗേൾസിനും ഈ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടാവലുണ്ട്. കുറേ പേര് ഇത് ലേസറൊക്കെ ചെയ്യും, ഇല്ലാത്തവരിങ്ങനെ റിമൂവ് ചെയ്തിരിക്കും. ഞാൻ ഇത്രയും നാളും അങ്ങനെയാണ്. ഈ അപ്പർ ലിപ്പിൻ്റെ അവിടെയും ഈ താടിയിൽ കുറച്ച് ഏരിയയിലൊക്കെ എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഹെയർ ഗ്രോത്ത്സ് ഉണ്ട് കേട്ടോ. അത് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കണം വെച്ചിട്ട് ഞാൻ ചെയ്തു. ആൻഡ് ഈ ഡോക്ടർ എനിക്ക് നല്ല പരിചയമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതൊക്കെ. കാരണം കുഞ്ഞിയുടെ കുറച്ച് സ്കിൻ ഇഷ്യൂസിന് ഞാൻ ഈ ഡോക്ടറെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കലുണ്ട് ഇടയ്ക്ക്. ആൻഡ് വേറെ ഹോസ്പിറ്റലിലായിരുന്നു കണ്ടിരുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ ഒരു വേറെ ക്ലിനിക്കൊക്കെ തുടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്ലഡിൽ വിറ്റമിൻ ഡി ഇല്ല, ഫെറിറ്റിൻ ഇല്ല, ഫുൾ അയൺ ഡെഫിഷ്യൻസി, ഹീമോഗ്ലോബിൻ അളവ് കുറവ്. അപ്പോൾ അതിനുള്ള കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ തലയിൽ പുരട്ടാൻ വേണ്ടിയിട്ടൊരു സിറമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ദേ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ സെൻറ് തോമസ് കോളേജ് ഇല്ലേ, ഇത് ഇവിടെയാണ് കേട്ടോ. വീറ്റ ക്ലിനിക്ക് എന്നാണ് പേര്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മുടെ സെൻറ് തോമസ് കോളേജില്ലേ, അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോഴാകട്ടോ ഈ ഒരു ക്ലിനിക്ക് വരുന്നത് ഡോക്ടറിൻ്റെ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പോകുന്നതാണ്. ആൻഡ് അവിടെ ഫ്രണ്ടിലൊരു ലൈൻസ് ഞാൻ കണ്ടു കേട്ടോ. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണെന്ന്. സത്യമാണ്, ഏറെക്കുറെ സത്യമാണ് കേട്ടോ. ആൻഡ് എന്തോരം ഗേൾസിൻ്റെ കാൽപാദം പതിഞ്ഞ കോളേജ് ആണല്ലോ എന്നൊക്കെ. യെസ്, അവർ അൽഫോൺസ കോളേജ്. ആൻഡ് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ നിബിൻ എന്നോട് ചോദിച്ചു, ചേച്ചി പാലയിൽ മന്തി കിട്ടുമോ? കിട്ടൂടാ, കിട്ടും. കണ്ടുപിടിച്ചടാ നിബിനെ ഞാൻ എൻ്റെ മന്തിക്കട, ടർക്കിഷ് മന്തി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടു. നടക്കാനുള്ള ദൂരം വെച്ചാൽ ഞങ്ങൾ മണ്ടക്കം നടന്ന് എൻ്റെ അമ്മോ നടന്ന് പണ്ടാറടങ്ങി. കാരണം അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ, കണ്ട പോലെയല്ല. ആൻഡ് എനിക്ക് റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, നല്ലതാണോ ചീത്തയാണോ. ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ട് കയറിയതാണ്. ആൻഡ് അതിനകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ സാറേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ റെസ്റ്റോറൻറ്റ്. നല്ലൊരു വൈബ്, ഏസ്തെറ്റിക് ലുക്കൊക്കെ ഇല്ലേ, അങ്ങനെ അങ്ങനെ ഞാൻ അവിടെ കയറി. ഞങ്ങൾ എന്താ പറയുക, ഒരു ക്വാർട്ടർ ബീഫ് മന്തിയും ഒരു ക്വാർട്ടർ ചിക്കനുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആൻഡ് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹാഫ് മന്തി എടുത്തിട്ടുണ്ട് കേട്ടോ പാഴ്സൽ. ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, പിള്ളേരും കഴിക്കണ്ടേ, വീട്ടിലല്ലേ അവർ സ്കൂളിൽ പോയേക്കല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ എടുത്ത് പറയണം ഇവരുടെ ആ നമ്മുടെ അൽഫാമിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ഈ ചട്നി കണ്ടോ, എൻ്റെ അമ്മോ എന്താ ടേസ്റ്റ്. അതൊരു മുളകിൻ്റെ ചട്നി കേട്ടോ, ഒരിത്തിരി എരിവും ഒരു മധുരവും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് എന്നാൽ നല്ല ടേസ്റ്റ്. ആൻഡ് പാലായിലുള്ളവരെ ടർക്കിഷ് മന്തിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടർക്കിഷ് മന്തിയിൽ പോയി ട്രൈ ചെയ്യാം കേട്ടോ, വേർത്താണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. എൻ്റെ കർത്താവെ, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ പറയണം കേട്ടോ. കുറച്ച് മൈനസ് എടുത്ത് ആ ബീഫിൻ്റെ പീസും ആ റൈസും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. എന്താ ടേസ്റ്റ് അല്ലേ. ഓ, പെപ്സി കിട്ടിയില്ല കേട്ടോ ഗൈസ് ഇവിടുന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വിരോധമൊക്കെ അടിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നമുക്കിപ്പോൾ ഒരു ബസ്സുണ്ട് രണ്ടാമത്, ആ ബസ് പോയതിൻ്റെ പണി പാളി. കാരണം പിന്നെ പൈകയിൽ ഇറങ്ങണം, പപ്പാനെ വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോയൊക്കെ പിടിച്ച് വേറെ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി കേട്ടോ. വേറൊന്നുമില്ല ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും മറക്കരുത് കേട്ടോ.